Hello guys, welcome back to Salesforce Malayalam. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ലുക്കപ്പ് റിലേഷൻഷിപ്പ്. ലുക്കപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലൂസ്ലി കപ്പിൾഡ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഒരു റെക്കോർഡിൻ്റെ എക്സിസ്റ്റൻസ് മറ്റൊരു റെക്കോർഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ലുക്കപ്പ് റിലേഷൻഷിപ്പിലുള്ള രണ്ട് റെക്കോർഡുകളിൽ ഒരു റെക്കോർഡിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും മറ്റേ റെക്കോർഡ് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ലൂസ്ലി കപ്പിൾഡ് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലുക്കപ്പ് റിലേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതിൽ ആദ്യത്തേത്, നമുക്ക് ലുക്കപ്പ് ഫീൽഡിനെ റിക്വയർഡ് ആക്കാൻ പറ്റും. ഇനി ലുക്കപ്പ് ഫീൽഡ് ഓപ്ഷണൽ ആണെങ്കിൽ ആ റെക്കോർഡിനെ ഡിലീറ്റ് ചെയ്യുമ്പോഴുള്ള ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ മുതൽ ക്ലിയർ ദ വാല്യൂ ഓഫ് ദിസ് ഫീൽഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ലുക്കപ്പ് റിലേഷൻഷിപ്പിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന റെക്കോർഡ് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നിന്നും നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന റെക്കോർഡ് ഡിലീറ്റ് ആയി പോകും, അഥവാ ആ ഒരു ഫീൽഡ് ക്ലിയർ ആവും. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ സെറ്റ് ചെയ്യാം. അതായത് രണ്ട് റെക്കോർഡുകൾ തമ്മിൽ ലുക്കപ്പ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റെക്കോർഡിനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ഒരു കേസിൽ ലുക്കപ്പ് റിലേഷൻഷിപ്പിലുള്ള ഒരു റെക്കോർഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അതിന് ലുക്കപ്പ് റിലേഷൻഷിപ്പ് റിമൂവ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ആ ഒരു റെക്കോർഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലുക്കപ്പ് റിലേഷൻഷിപ്പിൽ പേരന്റ് റെക്കോർഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡ് റെക്കോർഡിന്റെ ഫീൽഡ് ഹിസ്റ്ററി ട്രാക്കിങ്ങിൽ ഈ ഡിലീഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്കിനി എങ്ങനെയാണ് ഒരു ലുക്കപ്പ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഓർക്കിൽ നമുക്ക് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു 9 ഡോട്ട്സ് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ആപ്പ് ലോഞ്ചർ എന്ന് വിളിക്കുന്നത്. ഈ ആപ്പ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലാസ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമുക്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാസ്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് റെക്കോർഡ്സുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഫീൽഡ്സ് ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ ടു എഡിറ്റ് ഒബ്ജക്ട്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിലുള്ള എല്ലാ ഫീൽഡ്സുകളും നമുക്ക് കാണാൻ പറ്റും. കണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഈ ക്ലാസ് എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിനെ അക്കൗണ്ട് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റുമായിട്ട് ഒരു ലുക്കപ്പ് റിലേഷൻഷിപ്പിൽ ആഡ് ചെയ്യാൻ പോവാണ്. സോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് എത്താം. ഈ ഫീൽഡ്സ് ആൻഡ് റിലേഷൻഷിപ്പിൽ നിന്ന് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ലുക്കപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു ഡേറ്റ ടൈപ്പാണ്. ഇതിനെ നമുക്ക് സെലക്ട് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. ഇനി അതായത് ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് ഏതൊരു ഒബ്ജക്റ്റുമായിട്ടാണോ ലുക്കപ്പിൽ കണക്ട് ചെയ്യേണ്ടത് അതിന് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. നമുക്ക് അക്കൗണ്ടാണ് വേണ്ടത്. സോ ഞാൻ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഓൾറൈറ്റ്, ഇനി ഫീൽഡിൻ്റെ നെയിം നമുക്ക് ആഡ് ചെയ്യാം. അക്കൗണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനും ഹെൽപ്പ് ടെക്സ്റ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ചൈൽഡ് റിലേഷൻഷിപ്പിൻ്റെ പേര് ക്ലാസ്സസ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാണ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തേക്കുന്ന നമ്മുടെ 3 ഓപ്ഷൻസ്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡിനെ റിക്വയർഡ് ഫീൽഡായിട്ട് ആഡ് ചെയ്യാം. ഞാനൊരു റിക്വയർഡ് ഫീൽഡായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഫീൽഡിന് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു റെക്കോർഡ് സേവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതല്ല ഇത് ഓപ്ഷണൽ ഫീൽഡ് ആക്കുകയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ആ ഒരു ഡിപ്പെൻഡഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ലുക്കപ്പ് റിലേഷൻഷിപ്പിലുള്ള മറ്റൊരു റെക്കോർഡ് ഡിലീറ്റ് ആകുമ്പോൾ ഈ ഒരു ഫീൽഡിനകത്തുള്ള വാല്യൂ ക്ലിയർ ചെയ്യാം എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ ലുക്കപ്പ് റിലേഷൻഷിപ്പിലുള്ളിടത്തോളം കാലം നമുക്ക് ഈ ഒരു റെക്കോർഡിനെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഏതൊക്കെ പ്രൊഫൈൽസിനും ഈ ഒരു ഫീൽഡ് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഇതിനകത്തുനിന്ന് എല്ലാ പ്രൊഫൈൽസിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി പേജ് ലേഔട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. തൽക്കാലം നമുക്ക് ക്ലാസ്സിനാകെ ഒരേ ഒരു പേജ് ലേഔട്ട് ഉള്ളൂ. അത് ബൈ ഡിഫോൾട്ട് സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി അക്കൗണ്ട് ലേഔട്ടിനകത്ത് ഏതിനകത്താണ് ഈ ഒരു ഫീൽഡ് ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ലേഔട്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഏത് ലേഔട്ടിലേക്കാണോ ഈ ഒരു ഫീൽഡിനെ ആഡ് ചെയ്യേണ്ടത് അതിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, തൽക്കാലം ഞാൻ എല്ലാ ലേഔട്ടും ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് സേവ് ഇറ്റ്. ഇപ്പം നമുക്ക് കാണാം അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ലുക്കപ്പ് റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് ആപ്പ് ലോഞ്ചറിൽ നിന്ന് നമുക്ക് ക്ലാസ് എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഒബ്ജക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഞാൻ മൈ ക്ലാസ് എന്ന് ആഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് അക്കൗണ്ടിനെ സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ലുക്കപ്പ് ഫീൽഡ്. ഓക്കെ, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം അക്കൗണ്ടിനകത്തുള്ള എല്ലാ ആക്സസിബിൾ റെക്കോർഡ്സും ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്.
നമുക്ക് ഇതിനകത്തുനിന്ന് ആ ഒരു അക്കൗണ്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതല്ല എങ്കിൽ പുതിയൊരു അക്കൗണ്ട് നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഉള്ളൂ ന്യൂ അക്കൗണ്ട്. ഇവിടെ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് സ്കൂൾ അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്തു, ആഡ് ചെയ്തു. സോ ക്ലിക്ക് ഓൺ സേവ് ചെയ്യാം. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകളെ തമ്മിൽ നമ്മൾ ലുക്കപ്പ് റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, ഇവിടെ നമുക്ക് കാണാം അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന അക്കൗണ്ടിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കഴ്സർ കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പോപ്പപ്പ് ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഡയറക്റ്റ്ലി നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന റെക്കോർഡ് എന്ന് കാണാം. അതുപോലെ എൻ്റെ റിലേറ്റഡ് ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ഒബ്ജക്റ്റുകളുണ്ടോ അതിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അക്കൗണ്ട്സ്, ഓപ്പർച്യൂണിറ്റി, കേസസ് ഇതൊന്നും തന്നെ നമ്മൾ റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലാസ്സസ് എന്ന് പറയുന്നൊരു റിലേറ്റഡ് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മൈ ക്ലാസ് എന്ന് പറയുന്ന ഒരു റെക്കോർഡിനെ കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ മൈ ക്ലാസ്സസ് എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് റെക്കോർഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ഒബ്ജക്റ്റുകളെ ലുക്കപ്പ് റിലേഷൻഷിപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ആ ടോപ്പിക്സുകൾ കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.